ഹായ് നമസ്കാരം. SBI ഉള്ളിലാണ്. ഞാൻ നമ്മുടെ നാട്ടിൽ ചിലർ കാണിക്കുന്ന ഈ തെമ്മാടിത്തം ഒന്നും അതിന് വേറൊരു വാക്കും പറയാൻ പറ്റില്ല. നമ്മുടെ ഈ മാലിന്യങ്ങളുണ്ടല്ലോ, അങ്ങനെ ഈ കോഴി വേസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ ഇറച്ചി മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങൾ താമസിക്കുന്ന പരിസരത്ത് വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ വലിയ ലോറികളിൽ കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന ഒരു കാഴ്ച. അതായത് നമ്മുടെ ദേശീയപാതയ്ക്ക് അടുത്ത് പള്ളിപ്പുറം, തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറത്തിന് തൊട്ടടുത്ത് ബിനോയ് മാർബിൾസ് എന്നൊരു സ്ഥാപനമുണ്ട്. അതിൻ്റെ ദേശീയപാതയുടെ സൈഡിലായിട്ട് നിങ്ങളൊരു ദൃശ്യം കാണണം. അതായത് മനുഷ്യന് ആയിട്ടുള്ളവർക്ക് ജീവിക്കാൻ പറ്റില്ല. ചില മനുഷ്യർ ചെയ്യുന്ന തെമ്മാടിത്തവും തുടക്കത്തിൽ പറയാനുള്ള കാര്യം, അവരെ സംബന്ധിക്കുന്നിടത്തോളം കാശാണ്. എങ്ങനെയും കാശുണ്ടാക്കുക, കാശിന് വേണ്ടി എന്ത് ചെയ്യുക, ഇതുപോലുള്ള മാലിന്യങ്ങൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് മറ്റുള്ളവർ താമസിക്കുന്നിടത്ത് കൊണ്ടുവന്ന് തള്ളിയിട്ട് അത് ഈ ഇരുട്ടിൻ്റെ മറ പറ്റിയാണ് ഈ തോന്നിവാസം കാട്ടിയിരിക്കുന്നത്. നിങ്ങൾ ആ ദൃശ്യം കാണാം, പുറകിൽ കണ്ട ആ ദൃശ്യം നിങ്ങൾക്ക് ഒന്ന് അടുത്ത് കാണിച്ചു തരാം. നോക്കിയേ, മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. ടൺ കണക്കിന് കോഴി മാലിന്യമാണ് ഇത്. നോക്കിയേ, കോഴിയുടെ വേസ്റ്റുകൾ, അതിൻ്റെ കാല് തൂവല് ഉൾപ്പെടെ ഏതോ കോഴിക്കടയിലോ മറ്റെവിടെയോ ഫംഗ്ഷൻ എന്തോ കട്ട് ചെയ്ത സാധനത്തിനെയാണ് കൊണ്ടുവന്ന് നോക്ക്, ദേശീയപാതയുടെ തൊട്ടടുത്തായിട്ട് രാഖി രാമാനം കൊണ്ടുവന്ന് വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ നോക്കി. എന്തൊരു ഗതികേടാണ്. അതായത് മനുഷ്യരെ സംബന്ധിച്ച് ഇവിടെ മൂക്ക് പൊത്താതെ നിൽക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ നമ്മൾ അതിൻ്റെ അടുത്ത് നിന്നാൽ ഇത് കണ്ടവരൊക്കെ ഛർദ്ദിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയാണ്. കുറച്ച് ആൾപ്പാർപ്പ് കുറഞ്ഞൊരു ഇടമാണ്. ഇപ്പോൾ ഈ ദേശീയപാതയുടെ ഫെൻസിങ് വന്നപ്പോൾ ഈ സർവീസ് റോഡ് ഇവിടെ പരിപൂർണമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. കുറച്ച് ഭാഗങ്ങളിൽ അതിൻ്റെ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിത് അവസാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിനെ രാത്രിയുടെ മറ പറ്റി വന്ന് ഈ കോഴി മാലിന്യം കൊണ്ടുവന്ന് ഇങ്ങ് ഒരു ടൺ കണക്കിന് ഇങ്ങനെ തള്ളിയിട്ട് പോകണമെങ്കിൽ ഇവനെയൊന്നും മനുഷ്യൻ്റെ പട്ടികയിൽ പെടുത്താൻ പറ്റില്ല. അതായത് ഇത്രയും മാലിന്യം കൊണ്ടുവന്നിട്ട് രാഖി രാമാനം കൊണ്ടുവന്ന് തള്ളിയിട്ട് പോയി അതിൻ്റെ ദുരിതാവസ്ഥ ഈ പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്നും ആർക്കും അറിയില്ല. ഇതിനെ എങ്ങനെയാണ് കോരി മാറ്റാൻ കഴിയുക? അല്ലെങ്കിൽ കുറച്ചെങ്കിലും ചിന്താശേഷിയുള്ള ഒരുത്തൻ സമൂഹത്തിനോട് ചെയ്യുന്ന പ്രവർത്തനമാണോ? കാശും മേടിച്ചുകൊണ്ട് എന്ത് തെമ്മാടത്തിനോ സമൂഹത്തിന് മുന്നിൽ കാണിക്കാമെന്നുള്ള ചിലരുടെ തോന്നലാണ് ഈ ദൃശ്യമായിട്ട് മാറിയിട്ടുള്ളത്. എന്തായാലും ഇതിൻ്റെ ചില പ്രതികരണങ്ങൾ കൂടി നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ബാങ്കിൻ്റെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിലേക്ക് രാവിലെ ജോലിക്ക് വന്നവരുടെ ശ്രദ്ധയിലാണ് ഇത് പെട്ടത്. അപ്പോൾ പരിസരവാസിയായിട്ടുള്ള വിനോദ് നമ്മുടെ ഒപ്പം ചേർന്നുണ്ട്. വിനോദ്, എങ്ങനെയാണ് കണ്ടത്? രാവിലെ ഇവിടെ ജോലിക്ക് വേണ്ടി വന്ന സമയത്താണ് ഇത് കണ്ടത്. ഇത് ഭയങ്കര ദുർഗന്ധമായിട്ട് നമ്മൾ ജോലിക്കാരെല്ലാം ഛർദ്ദിച്ചിട്ടാണ് നിൽക്കുന്നത്. ഭയങ്കര സ്മെല്ലെന്ന് വെച്ചാൽ ഈ പരിസരത്തുള്ള ആർക്കും നിൽക്കാൻ പറ്റുന്നില്ല. ഈ തൊട്ടടുത്തുള്ള വീട്ടുകാർ പോലും പുറത്തിറങ്ങാതെ വീട്ടിനകത്തിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ അവസ്ഥ. അവര് അറിഞ്ഞിരുന്നോ ഇത് രാവിലെ? അത് നിങ്ങൾ വന്നപ്പോഴാണ് അവർ സ്മെല്ലുണ്ടായിരുന്നു, അവർ എന്താണെന്ന് കണ്ടില്ലായിരുന്നു. നമ്മൾ വന്ന് ഇവിടെ സൈറ്റിലോട്ട് കയറിയ സമയത്താണ് ഇത് നമ്മൾ ശ്രദ്ധിച്ചത്. അതിനുശേഷം അവരുടെ അറിയിക്കുകയും അവരൊക്കെ പറഞ്ഞിട്ട് പുറത്തിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, അവരെല്ലാം വീട്ടിനകത്തോട്ട് വീട് ഡോറെല്ലാം അടച്ചിരിക്കുകയാണ്. ഇത് കണ്ട അടുത്തോട്ട് നിന്ന് ഛർദ്ദിക്കുന്ന അവസ്ഥ ഉണ്ടായെന്ന് പറയുന്നത്. ഛർദ്ദിച്ചു. നമ്മൾ 2-3 പണിക്കാർ ഛർദ്ദിച്ച് എന്താണെന്ന് നോക്കാനായിട്ട് സ്മെല്ലും ഉണ്ടായിരുന്നു. എന്താണെന്ന് നോക്കാൻ ചെന്നാൽ അതിന്റെ അടുക്ക് എത്തിയില്ല. അതിന് ഛർദ്ദിച്ചിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും. പറഞ്ഞു എന്താണ് ഒരു പരസ്യമായിട്ട് കൊണ്ടുവന്നാണ് ഒരു ടണ്ണോളം ഒരു ടിപ്പർ മാലിന്യം അടിച്ചിട്ട് പോയിരിക്കുന്നത്. ഇതെന്താണ് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇതിൽ ഇടപെടാൻ കഴിയുക? ഇന്ന് രാവിലെ ഇവിടെയുള്ള പ്രദേശവാസികൾ വിളിച്ചറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അത്യന്തം ദുർഗന്ധം. കാരണം ഇവിടെ നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയാണ്. കാരണം ഒരു ലോഡ് കോഴി വേസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം, ഒരു ലോഡ് കോഴി വേസ്റ്റ് കൊണ്ടുവന്ന് ഇവിടെ തള്ളിയിരിക്കുകയാണ്. ദുർഗന്ധം കാരണം ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും തന്നെ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട്. ഞാനിപ്പോൾ ബ്ലോക്കിന്റെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുത്ത ഒരാളാണ്. അപ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു മാരകമായ ഈ പകർച്ചവ്യാധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും ഒരു തെണ്ടിത്തരം കാണിച്ചത് ആര് തന്നെ ആയാലും ശക്തമായ നടപടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലും ഉണ്ടായിരിക്കും. ഇങ്ങനെ ഇത്രയും മാരകമായ അസുഖങ്ങൾ പകർത്തുന്ന ഈ വേസ്റ്റ് ഇവിടെ കൊണ്ട് തള്ളിയ ആളിനെ കണ്ടെത്തി തരുന്ന ആരെങ്കിലും, അതിനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ട്. ഒരു പാരിതോഷികം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഇതിൽ ഒരു പാരിതോഷികം ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും. പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ നിന്ന് മാറ്റുന്നതിനുള്ള അടിയന്തരമായ നടപടി ഉടൻ തന്നെ സ്വീകരിക്കുന്നതാണ്. ഒരു ഉത്സവ സീസണും കൂടെയാണ് അപ്പുറത്ത്. ഇന്നലെ ഉത്സവമാണ് ഇവിടെ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ഇവിടെ ഉള്ള ആളുണ്ടായിരുന്നു. ഇത് വെളുപ്പാൻ കാലത്ത് എപ്പോഴോ കൊണ്ടുവന്ന് അടിച്ചതാണ്. ഇപ്പോൾ CCTV ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. അവരടുത്തുള്ള CCTV പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്താനായാൽ ആ വണ്ടിക്കാരനെ വിളിച്ച് അതിനുള്ള ഫൈൻ അവരെ അടച്ചോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഇതിനെ സഹായിക്കുന്ന നാട്ടുകാരെങ്കിലും ഇതിൻ്റെ CCTV എടുത്തതിനെ സഹായിക്കുകയാണെങ്കിൽ അവർക്കൊരു പാരിതോഷികം ബ്ലോക്കിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ്. കേട്ടല്ലോ, ഇതാണ് അവസ്ഥ.
ഒരു മനുഷ്യനായിട്ട് പിറന്നവർ ചെയ്യേണ്ട മാന്യമായിട്ടുള്ള കാര്യം എന്താണ്? ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്നത്തെ പുതിയ കാലഘട്ടത്തിൽ ഇതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. അതായത് ഈ അറവ് മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഇടങ്ങളുണ്ട്. നിങ്ങൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യത്തിന് അത്തരം ഈ പറയുന്ന ജന്തുക്കളെയൊക്കെ ഉപയോഗിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ നടത്തിയതിന് ശേഷം കൊണ്ടുവന്ന് തെരുവിൽ ആൾക്കാരുടെ വീട്ടുമുറ്റത്തോ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ കൊണ്ടുവന്ന് ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു ടിപ്പർ ലോറി ഉണ്ട്, അവന് പൈസ കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ഏതെങ്കിലും വീടുകളിൽ കിടക്കുന്ന വേസ്റ്റ് എടുത്തുകൊണ്ട് വന്ന് പൊതുനിരത്തിൽ ആൾക്കാരുടെ വീട്ടിൻ്റെ മുറ്റത്ത് തള്ളിയിട്ട് പോവുകയാണ് വേണ്ടത്. ഇതിനെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നടപടി വേണം. ഇതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഈ പറയുന്ന ചിക്കൻ സ്റ്റോളുകൾ ഉൾപ്പെടെയുള്ളവരാണ്. അല്ലെങ്കിൽ അവർക്കൊക്കെ ഇത് എവിടെയാണ് ഇത് നിർമ്മാർജ്ജനം ചെയ്യുന്നത്, ഏത് സ്ഥാപനത്തിലാണ് ഇവർ ഇതിൻ്റെ മാലിന്യങ്ങളെല്ലാം കൊടുക്കുന്നതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് പഞ്ചായത്ത് അധികൃതർ ഉൾപ്പെടെയുള്ളവർ നടപടി എടുക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരിസരത്ത് പ്രവർത്തിക്കുന്ന എല്ലാം കോഴിക്കടകളായിക്കോട്ടെ എല്ലാവർക്കും ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇങ്ങനെയൊന്നും ഒരു പ്രദേശത്ത് നടക്കാൻ പാടില്ല. ഇപ്പോൾ വാഹനങ്ങൾ, അതായത് ടിപ്പർ ലോറികൾ ഉൾപ്പെടെയുള്ളവർ ഈ രാമന സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്ന് അടിക്കുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. അതിനുശേഷം ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ജനങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത്, അതായത് സ്വല്പം ആൾപ്പാർപ്പ് കുറഞ്ഞൊരു ഏരിയയാണ്, അവിടെയാണ് എന്നാൽ പോലും വീടുകളുണ്ട്. ആ കൊണ്ടുവന്ന് ഇത്രത്തോളം വേസ്റ്റുകൾ തള്ളിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ശുദ്ധ തെമ്മാടിത്തം എന്നല്ലാതെ അതിനെക്കുറിച്ചൊരു വാക്കും പറയാനില്ല. അത് പോലീസായിക്കോട്ടെ പഞ്ചായത്ത് അധികൃതരായിട്ടോ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള ശ്യാം ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്യാം ഇത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമസ്കാരം. ഇന്ന് ഇവിടെയുള്ള പ്രാദേശികവാസികൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഒരു 10 മണിയാവും. ഇത് വെളുപ്പാൻ രാവിലെ സംഭവിച്ച കേസാണ്. ഇന്നലെ രാത്രി വരെ ഒരു 12-12:30 വരെ ഇവിടെ ഈ ഒരു വേസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഇതുവഴി ഈ ഉത്സവം തൊട്ടടുത്ത് തോന്നൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നത്. അപ്പോൾ അവർ ഇതുവഴി കടന്നു പോയതാണ്. അപ്പോൾ ഇത് അതിന് ശേഷം നടന്ന സംഭവമാണ്. അപ്പൊ ഇന്നലെ ക്ഷേത്രത്തിൽ പരിപാടി ഉണ്ടായിരുന്നു രാത്രി ഇങ്ങനെ. അപ്പോ ഈ ഇങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഇന്നലെ ഇത് വെളുപ്പാൻ രാവിലെ സംഭവിച്ചതാണ്. ഇതിപ്പോ കാണുമ്പോൾ അറിയാം. കണ്ടിട്ട് ഒരു ലോറി നിറയെ കൊണ്ട് തട്ടിയിട്ട് പോയാണ്. അപ്പൊ ഇതിപ്പോ സ്ഥിരമായിട്ട് ഈ പ്രവണത ഈ ഏരിയയിൽ ഉള്ളതാണ്. നമ്മളെ ഈ ഒരു CRP വരെയുള്ള ലൈനിൽ. അപ്പോൾ നേരത്തെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇടയ്ക്കിടയ്ക്ക് തട്ടുന്ന ഉണ്ടായിരുന്നു. ഇത് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ആ താമരക്കുളം സൈഡിൽ ഇത് കണക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് വരെയാണ്. അപ്പോൾ ഇതിനെതിരെ നല്ലൊരു ആക്ഷൻ ഇവിടെയുള്ള ജനങ്ങളും അതേ കണക്ക് പഞ്ചായത്തും നമ്മുടെ പോലീസും ഇതെല്ലാം നല്ലൊരു ആക്ഷൻ എടുക്കണം എന്ന് ഞാൻ പറയുന്നു. ഇതിലിപ്പോ എന്താ അടിയന്തരമായി ചെയ്യാനായിട്ട് പഞ്ചായത്ത്? ഞാനിപ്പോ ഇവിടെയുള്ള ജനങ്ങളുടെ പരാതി മേടിച്ചിട്ട് ഞാൻ പഞ്ചായത്തിലോട്ട് പോവുകയാണ്. സെക്രട്ടറിയിലെ ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് അത് വേണ്ടത് എന്താണെന്നുള്ള നടപടി ഞാൻ ഉടനെ സ്വീകരിക്കുന്നു. സ്റ്റേഷനിലും പരാതി കൊടുത്തു. അതെ, സ്റ്റേഷനിലും ഇപ്പൊ ഇത് കഴിഞ്ഞ ഞാൻ സ്റ്റേഷനിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പൊ അതിനുള്ള ഫോർമാലിറ്റീസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിപ്പോ 1.5 കിലോമീറ്ററുള്ള വീടുകളിൽ കാണുമ്പോൾ അറിയാം, അവർക്കൊക്കെ നല്ല സ്മെല്ലാണ്. ഇന്ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിപ്പോ ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. കാരണം ഇതിപ്പോ സ്ഥിരമായി ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രെയിനേജിന്റെ വേസ്റ്റും അതും ഈ രാത്രി വന്ന് അടിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ശക്തമായിട്ട് ഇതിനെതിരെ പ്രതികരിക്കും, ഇതിനെതിരെ ആക്ഷൻ എടുക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പഞ്ചായത്ത് വാർഡ് മെമ്പറുടെ പ്രതികരണമാണ് കേട്ടത്. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറയുന്നു, ഇത്രയും ടൺ മാലിന്യം കൊണ്ടുവന്ന് റോഡ് സൈഡിൽ തള്ളി കൊടുക്കുകയാണ്. ഇനി ആരായിരുന്നാലും ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പറോ പഞ്ചായത്ത് അധികൃതരോ ആരോ ആയിക്കോട്ടെ, അവർ എന്താ ചെയ്യാൻ പറ്റും? എപ്പോഴും പൊടുന്നനെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം വീട്ടിനകത്തുനിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ കൊണ്ടുവന്നൊരു തോന്നിവാസം കാണിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഇതിനെ ഇവിടെ നിന്ന് മാറ്റാനുള്ള ഇനി അടുത്ത നടപടിയാണ് ആരംഭിക്കേണ്ടത്. അത് ഒറ്റയടിക്ക് കൈകൊണ്ട് വാരിക്കളയാൻ പറ്റും. ഇത്രയും സ്മെല്ലെടുത്ത് കിടക്കുന്ന സാധനത്തെ മാറ്റണമെന്നുണ്ടെങ്കിൽ അത്രമാത്രം ഒരു അശ്രാന്ത പ്രയത്നം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇത്തരം തോന്നിവാസങ്ങൾ നടത്തുന്നത് ഈ പഞ്ചായത്ത് അധികൃതർ തന്നെ കൃത്യമായിട്ട് ഈ നാട്ടിൽ ഈ കോഴിക്കടകൾ നടക്കുന്ന അല്ലെങ്കിൽ ഈ ചിക്കൻ പോൾട്രി ഫാമുകൾ, അതോടൊപ്പം തന്നെ ഈ വേസ്റ്റ് എടുക്കുന്ന ടിപ്പർ വാഹനങ്ങൾ, ഇവരുടെ എല്ലാത്തിനെയും കൃത്യമായിട്ട് അവർക്ക് ലൈസൻസ് കൊടുക്കേണ്ടതുണ്ട്. അതല്ലാതെ പ്രവർത്തിക്കുന്നവരെല്ലാം ശക്തമായിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ ഭീമമായിട്ടുള്ള പിഴയോ ലൈസൻസ് ഉൾപ്പെടെ റദ്ദാക്കി കളഞ്ഞാലും കുഴപ്പമില്ല. കാര്യം ഇതിലൊരു ശക്തമായ ഒരു അന്വേഷണം തന്നെ പോലീസ് നടത്തേണ്ടതുണ്ട്. പൊതുജനങ്ങൾ താമസിക്കുന്നിടത്ത് തിങ്ങിപ്പാർക്കുന്ന ഇടത്ത് 2 ദിവസമൊക്കെ പഴക്കമുള്ള മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇതുപോലെ തള്ളിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനോളം തോന്നിവാസം ഈ നാട്ടിൽ ഇല്ല എന്ന് തന്നെ വളരെ ശക്തമായി പറയുകയാണ്.